ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അറ്റർബർഗ് ലിമിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെറ്റ് സോയിൽ സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുക. വെറ്റ് സാമ്പിളാണ്. ആ വെറ്റ് സാമ്പിളിന് നമ്മൾ എന്ത് ചെയ്യും? ഡ്രൈ ചെയ്യിക്കും. അപ്പോൾ ആ ഡ്രൈ ചെയ്യിക്കുമ്പോഴത്തേക്ക് അതിൽ വരുന്ന വാട്ടർ കണ്ടൻറ്റിൻ്റെയും വോളിയത്തിൻ്റെയും വേരിയേഷനാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. വാട്ടർ കണ്ടൻറ്റ് ഓൺ എക്സ് ആക്സിസും വോളിയം ഓൺ വൈ ആക്സിസും. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി വെറ്റ് സാമ്പിളാണ് അല്ലേ, അപ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. ഇതാണ് ഇനിഷ്യൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഇത് ഡ്രൈ ചെയ്യുന്തോറും എന്താ, ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സോയിൽ സാമ്പിൾ പ്ലാസ്റ്റിക്കിലേക്ക് മാറും അല്ലേ, പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പം ദ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ചസ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, ലിക്വിഡിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ ഒരു വാട്ടർ കണ്ടൻറ്റിനെയാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ലിമിറ്റ്, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്ക് മാറുന്ന ആ ഒരു മിനിമം വാട്ടർ കണ്ടൻറ്റാണ് ലിക്വിഡ് ലിമിറ്റ്. നെക്സ്റ്റ് വീണ്ടും ഡ്രൈ ചെയ്യുകയാണല്ലേ, അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യും. ഈ വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? വോളിയമും ഡിക്രീസ് ആവുന്നുണ്ടല്ലേ. ഇനിഷ്യൽ വോളിയം ഇവിടെ ആയിരുന്നു അല്ലേ, ഇത്രയായിരുന്നു ഇനിഷ്യൽ വോളിയം. വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതിനനുസരിച്ച് വോളിയം ഡിക്രീസ് ആവുന്നുണ്ട് ആണല്ലോ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. കുറച്ചുകൂടെ വാട്ടർ പോയിട്ട് ഡ്രൈ ആയി പോയിട്ട് ഈ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പം മിനിമം വാട്ടർ കണ്ടൻറ്റ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡിലേക്കാകുന്ന ആ ഒരു മിനിമം വാട്ടർ കണ്ടൻറ്റിന് നമ്മൾ പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഷ്രിങ്കേജ് ലിമിറ്റാണ്. അതായത് സെമി സോളിഡിൽ നിന്ന് സോളിഡിലേക്കാവുന്ന ആ ഒരു മിനിമം വാട്ടർ കണ്ടൻറ്റാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. ഓക്കെ, ഈ സോളിഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ വോളിയം ചേഞ്ച് ആവില്ല. ഈ സെമി സോളിഡ് വരെ മാത്രമേ വോളിയം ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ അല്ലേ. ഇങ്ങനെ ചേഞ്ച് ഉണ്ടാവുന്ന എവിടം വരെ? ഈ ഷ്രിങ്കേജ് ലിമിറ്റ് വരെ മാത്രമേ ഈ വോളിയം ചേഞ്ച് ഉണ്ടാവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടെന്താണ്, ആ സോളിഡ് സ്റ്റേറ്റ് ആയിക്കഴിഞ്ഞാൽ വോളിയം കോൺസ്റ്റൻറ്റ് തന്നെ ആയിരിക്കും. ഈ ഷ്രിങ്കേജ് ലിമിറ്റ്, പ്ലാസ്റ്റിക് ലിമിറ്റ്, ലിക്വിഡ് ലിമിറ്റ്, ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് എന്താണെന്ന് പറഞ്ഞത്? ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലേക്കാകുന്ന ഒരു വാട്ടർ കണ്ടൻറ്റ് അല്ലേ. അതിന് വേറൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. അതാണ് ദ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് ദ സോയിൽ ഈസ് സ്റ്റിൽ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ബട്ട് ഹാസ് എ സ്മോൾ ഷിയറിംഗ് സ്ട്രെങ്ത് അഗെയിൻസ്റ്റ് ഫ്ലോയിങ്. അപ്പോൾ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് സോയിൽ ഈസ് സ്റ്റിൽ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലേ, ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. പക്ഷേ എന്താ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ഷിയറിംഗ് സ്ട്രെങ്ത് ഉണ്ടാവും. ഫ്ലോയിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഷിയറിംഗ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലായി എന്ന്. അപ്പോൾ ഈ ലിക്വിഡിറ്റി റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ഷിയറിംഗ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ലിമിറ്റിനെയാണ് നമ്മൾ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് ലിമിറ്റിൽ നമ്മുടെ എല്ലാ സോയിലിനും ഉണ്ടാകുന്ന ഷിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 2.7 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 2.7 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അവിടെ ഉണ്ടാകുന്ന ആ ചെറിയ ഷിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എല്ലാ സോയിലിനും ഇത് സെയിം തന്നെ ആയിരിക്കും. നെക്സ്റ്റ് പ്ലാസ്റ്റിക് ലിമിറ്റ്. പ്ലാസ്റ്റിക് ലിമിറ്റ് എന്താ പറഞ്ഞ്? പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലേക്കാകുന്ന ഒരു മിനിമം വാട്ടർ കണ്ടൻറ്റ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് എ സോയിൽ വിൽ ജസ്റ്റ് ബിഗിൻ ടു ക്രംബിൾ വെൻ റോൾഡ് ഇൻ ടു എ ത്രെഡ് അപ്രോക്സിമേറ്റ്ലി 3 mm ഇൻ ഡയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് എ സോയിൽ will just begin to crumble when rolled into a thread approximately 3 mm diameter. അപ്പോൾ 3 mm diameter ആയിട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു വാട്ടർ കണ്ടൻ്റ് ആണ് എന്ത്? പ്ലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെയാണ് ഷ്രിങ്കേജ് ലിമിറ്റ്. ഷ്രിങ്കേജ് ലിമിറ്റ് എന്താണ്? സെമി സോളിഡിൽ നിന്ന് സോളിഡിലേക്കാകുന്ന ആ ഒരു വാട്ടർ കണ്ടൻ്റ് ആണല്ലേ. അതിൻ്റെ ഡെഫിനിഷൻ മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് എ റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടൻറ്റ് വിൽ നോട്ട് കോസ് എ ഡിക്രീസ് ഇൻ ദ വോളിയം ഓഫ് സോയിൽ മാസ്. അപ്പോൾ ഞാൻ പറഞ്ഞു സോളിഡ് സ്റ്റേറ്റിലായിക്കഴിഞ്ഞാൽ അവിടെ വോളിയത്തിന് ചേഞ്ച് ഒന്നും വരുന്നില്ല അല്ലേ.
അപ്പം മിനിമം വാട്ടർ കണ്ടൻറ്റ് അറ്റ് വിച്ച് എ റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടൻറ്റ് വിൽ നോട്ട് കോസ് എ ഡിക്രീസ് ഇൻ വോളിയം ഓഫ്. അപ്പം വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്താൽ അവിടെ വോളിയത്തിന് ഡിക്രീസ് സംഭവിക്കുന്നില്ല അല്ലേ. വിൽ നോട്ട് കോസ് എ ഡിക്രീസ് ഇൻ വോളിയം. വാട്ടർ കണ്ടൻറ്റ് കുറഞ്ഞാലും സോളിഡ് സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ എന്താണ്, അവിടെ വോളിയത്തിന് ചേഞ്ച് സംഭവിക്കുന്നില്ല. ആ ഒരു ലിമിറ്റ് ആണ്, അതാണെന്ത് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഈ ടേംസ് കൂടെ നോക്കാം. ഇത് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കുക, അതുപോലെ ലിക്വിഡിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പ്രോബ്ലംസൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണെന്ത് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഓക്കെ, അടുത്ത ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്. ലിക്വിഡിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു W മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ബൈ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. W എന്ന് പറയുന്നത് നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ്. അപ്പോൾ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റിന് പ്ലാസ്റ്റിക് ലിമിറ്റ് മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലിക്വിഡിറ്റി ഇൻഡെക്സ്. W മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, ലിക്വിഡിറ്റി ഇൻഡെക്സ് കിട്ടും. നെക്സ്റ്റ് ഒരു ടേമാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. അതായത് ലിക്വിഡ് ലിമിറ്റ് മൈനസ് നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ഡിവൈഡഡ് ബൈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്, അതാണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്. അടുത്ത ടഫ്നെസ് ഇൻഡെക്സ്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഫ്ലോ ഇൻഡെക്സ് ചെയ്യുമ്പോൾ ടഫ്നെസ് ഇൻഡെക്സ് കിട്ടും. അപ്പോൾ ഈ 4 റിലേഷനും ഓർത്തിരിക്കുക. ഈ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഒരുപാട് തവണ ഡെഫിനിഷനായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ ഈ 4 ഇക്വേഷനും പഠിച്ചിരിക്കാം. അടുത്ത ഒരു ടേമാണ് ആക്ടിവിറ്റി ഓഫ് സോയിൽ. നമുക്ക് A വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ആക്ടിവിറ്റി ഓഫ് സോയിൽ. സോയിലിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ദ മെഷർ ഓഫ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി. അതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, വാട്ടറിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. A ഈക്വൽ ടു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ബൈ പെർസെൻറ്റേജ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ. നമ്മൾ എടുത്തിട്ടുള്ള സോയിൽ പാർട്ടിക്കിളിൽ എത്ര പെർസെൻറ്റേജ് ക്ലേ ഉണ്ട് അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന് പെർസെൻറ്റേജ് ഓഫ് ക്ലേ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി കിട്ടും. അപ്പോൾ സോയിലുള്ള ക്ലേ മിനറൽസ് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, ആക്ടിവിറ്റി ഈക്വൽ ടു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ബൈ പെർസെൻറ്റേജ് ഓഫ് ക്ലേ പാർട്ടിക്കിൾ. ഇപ്പോൾ ആക്ടിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ലെസ് ദാൻ 0.75 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇനാക്റ്റീവ് സോയിൽ എന്ന് പറയാം. ബിറ്റ്വീൻ അടുത്ത 1-2 പ്രോബ്ലംസ് കൂടെ ചെയ്യാം. ആദ്യത്തേത്, എ സോയിൽ ഹാസ് ലിക്വിഡ് ലിമിറ്റ് ഓഫ് 60%, പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് 35% ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ് ഓഫ് 20%, ആൻഡ് ഇറ്റ് ഹാസ് എ നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് ഓഫ് 50%. ദ ലിക്വിഡിറ്റി ഇൻഡെക്സ് ഓഫ് ദ സോയിൽ. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട്, ഷ്രിങ്കേജ് ലിമിറ്റ് തന്നിട്ടുണ്ട്, നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടുപിടിക്കാനുള്ള എന്താണ്, ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്. ലിക്വിഡിറ്റി ഇൻഡെക്സിന് IL ആയിട്ട് എടുക്കാം. ലിക്വിഡിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു നാച്ചുറൽ വാട്ടർ കണ്ടൻറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 50 മൈനസ് 35 ഡിവൈഡഡ് ബൈ ലിക്വിഡ് ലിമിറ്റ് 60 മൈനസ് 35 ആണല്ലോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര വരും, 0.6 ആണ് കിട്ടുന്നത്. ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അടുത്ത ഒരു പ്രോബ്ലം കൂടെ നോക്കാം. രണ്ടാമത്തത്, എ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഓഫ് എ സോയിൽ സാമ്പിൾ ആർ 57% and 24% respectively. The percentage of the soil fraction with grain size finer than 0.002 mm is 22. The activity of the soil sample is. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് 57%, പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുണ്ട് 24%, പിന്നെ എന്താ തന്നിട്ടുള്ളത്, പെർസെൻറ്റേജ് ഓഫ് സോയിൽ ഫ്രാക്ഷൻ
ഫൈനർ ദാൻ 0.002 mm. ഇത് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? പെർസെൻറ്റേജ് ഓഫ് ക്ലേ ഫ്രാക്ഷനാണ്. അത് നമ്മൾ സി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ. അത് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 22. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ആക്ടിവിറ്റി ഓഫ് സോയിൽ സാമ്പിൾ. അപ്പോൾ ആക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ആക്ടിവിറ്റി A ഈക്വൽ ടു പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ C ആണല്ലേ. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡഡ് ബൈ C ചെയ്യണം. അതായത് 57 മൈനസ് 24 ഡിവൈഡഡ് ബൈ 22. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 1.5 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.